Assalamualaikum, welcome to delicious recipes. അപ്പോൾ നമ്മളിത് ചെയ്യുന്നത് ബ്ലൂബെറി യോഗട്ടാണ്. ബ്ലൂബെറി യോഗട്ട് അല്ലെങ്കിൽ നമ്മൾ ഫ്ലേവേർഡ് കേർഡ്. ഇത് നമുക്ക് ബ്ലൂബെറി വെച്ചിട്ട് മാത്രമല്ല സ്ട്രോബെറി അതുപോലെ തന്നെ പൈനാപ്പിൾ, മാംഗോ, ബനാന ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ വളരെ എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്ന അതുപോലെ തന്നെ കുട്ടികൾക്കാണെങ്കിൽ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ, വളരെ ഇഷ്ടമാവും ഈ ഒരു റെസിപ്പി. അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ബ്ലൂബെറി തന്നെയാണ്. അളവും മെഷർമെൻറ്റും അങ്ങനെയൊന്നുമില്ല, നിങ്ങൾക്കിത് കുട്ടികൾക്ക് കൊടുക്കാനാണല്ലോ, അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള അളവിനനുസരിച്ചിട്ട് എടുക്കുക. അപ്പോൾ ഞാനൊരു 1/2 കപ്പ് ബ്ലൂബെറി മിക്സിയിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് ചെറുതായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ചെറിയൊരു മധുരത്തിനായിട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ അളവിൽ ഹണിയാണ് ചേർക്കുന്നത്. അപ്പോൾ ഈ തേനിന് പകരമായിട്ട് പഞ്ചസാരയും ചേർക്കാം. അപ്പോൾ കുറച്ചും കൂടി ഹെൽത്തി ആയിട്ട് ഞാൻ തേനാണ് ചേർക്കുന്നത്. കുറച്ചൊരു മുതിർന്ന കുട്ടികൾക്കാണെങ്കിൽ ഇതിങ്ങനെ അരയ്ക്കണമെന്നില്ല, ചെറുതായിട്ട് എന്തെങ്കിലും ഒന്ന് ക്രഷ് ചെയ്തൊന്ന് എടുക്കുന്ന ആ ഒരു പരുവത്തിന് എടുത്താൽ മതി. അപ്പോൾ തീരെ കുഞ്ഞു കുട്ടികളാകുമ്പോഴത്തേക്ക് നമുക്കിത് അവരിങ്ങനെ പറക്കി തരും, കഴിക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനൊന്ന് അരച്ചെടുത്തത്. പിന്നെ ഇതിലേക്ക് നമുക്ക് മെയിൻ സാധനം തൈരാണ്. അപ്പോൾ തൈര് ചേർത്ത് കൊടുക്കാം. അപ്പോൾ തൈര് എടുക്കുമ്പോൾ പുളിയില്ലാത്ത തൈര് വേണം എടുക്കാനായിട്ട്. പുളി ഉണ്ടെങ്കിൽ ഇത് കൊള്ളില്ല, അവർ കുടിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പുളിയില്ലാത്ത തൈരാണ് ഇതിന് ഏറ്റവും നല്ലത്. അപ്പോൾ തൈരൂടെ ചേർത്തിട്ട് ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടുമെന്ന് പറഞ്ഞാൽ അതിൽ ചെറിയൊരു എസൻസും കൂടെ ഒക്കെ വരുന്നുണ്ട്, പിന്നെ പ്രിസർവേറ്റീവ് ഉണ്ടാവും. പിന്നെ നമ്മൾ വീട്ടിലെടുക്കുമ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല. ഈ ഒരു നാച്ചുറലായിട്ടുള്ള ഫ്ലേവർ തന്നെയാണ് നല്ലത്. ഇതിലേക്ക് ഞാനൊരു 1 ടേബിൾ സ്പൂൺ കൂടെ തേൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ മധുരമൊക്കെ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് അത് നോക്കിയിട്ട് അതിനനുസരിച്ച് ചേർത്താൽ മതി. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഐറ്റമാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. പുതിയൊരു നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.